ഇപ്പോൾ പി ടി തോമസ് ഇന്ന് മൊഴിയെടുക്കാനിരിക്കുകയാണ്. പി ടി തോമസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ സംഭവം ഉണ്ടായ ഉടനെ നടനും സംവിധായകനുമായ ലാലിൻ്റെ വീട്ടിൽ എത്തിയ വ്യക്തി എന്ന നിലയിൽ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞതും ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുമായി സംസാരിച്ച കാര്യങ്ങളും അതോടൊപ്പം ഈ കേസ് സംബന്ധിച്ച് പിന്നീടുണ്ടായ സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായവും ഇതാണ് മുഖ്യമായും പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും പോലീസ് ഓഫീസേഴ്സ് അവരുടേതായ പല ചോദ്യങ്ങളുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് എനിക്കറിയാവുന്നതും സത്യസന്ധവുമായ മറുപടി പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയും രക്ഷപ്പെടാതിരിക്കാൻ ഒരു വളരെ വിജിലൻ്റായി നിൽക്കാനുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം ഈ മൊഴി കൊടുക്കുമ്പോഴും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഞാൻ ഏറ്റെടുക്കും എന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. അല്ല, ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം യഥാർത്ഥ രീതിയിലല്ല എന്ന് സംശയം വന്ന അവസരത്തിൽ ഇത് CBI അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു. CBI അന്വേഷിക്കണമെന്ന എൻ്റെ കത്തിൻ്റെ ആവശ്യവും തുടർന്ന് ജയിലിൽ ഈ കുപ്രസിദ്ധനായ പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൻ്റെ വെളിപ്പെടുത്തലും ഈ സംഭവത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കേരള പോലീസ് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ CBI വാതിൽപ്പടിയിലുണ്ട് എന്ന് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സിനിമാ മേഖലയെ പോലുള്ള ആളുകളും ഈ കേസ് മുഖ്യമന്ത്രി CBIക്ക് വിടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് വിടുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയായിരുന്നു. ആ കത്ത് കൊടുത്ത വ്യക്തി എന്ന നിലയിൽ യാതൊരു നടപടി ഉണ്ടാവാത്തത് പശ്ചാത്തലത്തിൽ എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് അജിത് പ്രകാശ് മുഖേന ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് കേസ് ഫയൽ ചെയ്യാൻ എല്ലാ നടപടിക്രമങ്ങളും ഞാൻ പൂർത്തിയാക്കിയിരുന്നു. കേരളത്തിൽ എൻ്റെ അറിവിൽ 13ഓളം ആളുകൾ ഇതേ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ വന്നാൽ CBI വന്ന് ഈ കേസ് ഏറ്റെടുത്താൽ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യം, എന്ത് അറിവിൻ്റെ പിൻബലത്തിലാണ് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞത് എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ CBIക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ഒരു മുഖ്യമന്ത്രിയും ഒരു കേസും നേരിട്ട് അന്വേഷിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ആരാണ്? ആരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത് എന്നതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട അവസ്ഥ വരും. മാത്രമല്ല, ഈ അന്വേഷണത്തിന് മുമ്പും പിമ്പും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തിലേക്ക് പോയിട്ടുള്ള ടെലിഫോൺ കോളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. തീർച്ചയായും അന്വേഷണം ആദ്യഘട്ടത്തിൽ ചില തെറ്റലുണ്ടായതായി തോന്നിയിരുന്നെങ്കിലും ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പി ടി തോമസ് മറുപടി നൽകിയത്. മൊഴി നൽകിയ ശേഷം പി ടി തോമസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.